എത്രയും പ്രിയമുള്ള ഡോക്ടർ കേരള കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകൾ നമ്മുടെ കൂട്ടായ്മകൾ അരങ്ങത്ത് അവതരിപ്പിക്കപ്പെടുന്ന ഓരോ പരിപാടികൾക്കും പിറകിലുള്ള അധ്വാനത്തിനും കഷ്ടപ്പാടിനും അഭിനന്ദനങ്ങൾ വളരെ കുറച്ചു നൽകുന്നു. എന്നാൽ ആ പരിപാടിയുടെ ന്യൂനതകളെപ്പറ്റി ഏറെ പറയുകയും ചെയ്യുന്നതാണല്ലോ നമ്മൾ മലയാളികളുടെ ഒരു പൊതുവായ ശീലം. ഇവിടെ ഇതാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുടെ പരിശീലന കളരിയുടെ ഒരിത്തിരി നുറുങ്ങും നിങ്ങളുടെ മുമ്പിൽ ഒരു സ്കിറ്റ് രൂപേണ അവതരിപ്പിക്കുക. കാണുക, ആസ്വദിക്കുക. അരങ്ങത്ത് ഷാജി കാഞ്ഞിരപ്പള്ളി, ചാലു കോട്ടയം, സന്തോഷ് കടുത്തുരുത്തി, ഷിജോ ഉഴവൂർ, മനോജ് തിരുവല്ല, ആൻസി ഉഴവൂർ ആൻഡ് ലില്ലി അനിത. മറ്റുള്ളവന്റെ കണ്ണുനീർ അവനവന്റെ കണ്ണുനീരാണെന്ന് ഇന്ന് മനസ്സിലാക്കുന്നുവോ അന്ന് മനുഷ്യത്വമുണ്ടാകും. മനുഷ്യനായ മാത്രം പോരാ, മനുഷ്യത്വം. കൊള്ളാം, ഇത് കൊള്ളാം. ഓക്കെ ഓക്കെ. നീ ബെല്ലടിച്ചായിരുന്നോടാ? അടിച്ചായിരുന്നു ചേട്ടാ. ചേട്ടൻ കേട്ടില്ലല്ലേ? ഇതിന് വലിയ കാര്യമൊന്നുമില്ല, അത് വർക്ക് ചെയ്യാ. അത് മനസ്സിലായി. ഞാൻ പല പ്രാവശ്യം ഞെക്കിയായിരുന്നു. എനിക്ക് കൈ പോയത് മാത്രം മിച്ചം. ചേട്ടാ, നമ്മുടെ നാടകമൊക്കെ ഉടമ്പലായി. നമ്മുടെ പരിപാടി അടുത്ത് കേട്ടോ. നമുക്ക് സമയമില്ല. കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കണം. അതൊക്കെ അടിപൊളിയായിക്കോളൂടാ. നമ്മുടെ നാടകം സാധാരണ തട്ടേ കയറുമ്പോഴേ എല്ലാം ശരിയാകുന്നത്. ഞാൻ നല്ല വെട്ടിച്ചിട്ട് ഡയലോഗ് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. കേൾക്കണോ നിനക്ക്? അതിപ്പം കേട്ടില്ലേലും നമുക്ക് നാടകത്തിന് കേട്ടാക്കാം. അത് പോരാ, നീ കേട്ട് തന്നെ ആകണം. അതാ ഇതുപോലെ എന്ത് വാസന എഴുതുവോ? നീ നോക്ക്. കേൾക്കണോ നിനക്ക്? വെട്ടിച്ചിട്ട് ഡയലോഗ് മനുഷ്യത്വത്തെ പറ്റിയാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. മനുഷ്യത്വത്തെ പറ്റി നീ രണ്ടു വാക്ക് കേൾക്കുന്നത്. ചേട്ടൻ ഇല്ലാത്ത സാധനത്തെ പറ്റിയാണോ ചേട്ടൻ എഴുതി ഒപ്പിച്ചെന്ന് പറയുന്നത്? സന്തോഷം. ചായ എടുക്കട്ടെ? ആയിക്കോട്ടെ ചേച്ചി, ഒരു ചായ എടുത്തു. ചായ കട്ടൻ കാപ്പി അല്ല, ഇച്ചിരി പാലം കുടിച്ചു. പിന്നെ മധുരം ഉണ്ടെങ്കിൽ ചേച്ചി ഇച്ചിരി മധുരം കൊണ്ട് കിട്ടേ കേട്ടോ. ഇച്ചിരി ഉള്ളിരുന്നോട്ടെ, മധുരം പാലും കേട്ടോ. ഹലോ ഹലോ, സാരമില്ലേ? ഞാൻ അത് തന്നോട് ഞാൻ നേരത്തെ വരണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ എത്രയും സമയത്തില്ലേ? ഇതുവരെ തന്നെ വരാഞ്ഞതാണ്. എന്നാ അവിടെ ഒരു വിശേഷം വല്ലതും ഉണ്ടോ? അത് ശരി, വിശേഷം ഉണ്ടെങ്കിൽ താനും കൊണ്ട് എടുത്തോളൂ. ഇവിടെ ഇന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ പ്രാക്ടീസ് ഉണ്ട് നമ്മുടെ നാടകത്തിൻ്റെ. 3:30 ആകുമ്പോഴത്തേനും വരണമെന്ന് എന്നോട് പറഞ്ഞിട്ട് താൻ. എടോ, ഞാൻ കുറച്ച് ബിസിയാണ്. അപ്പോയിൻമെന്റ് വല്ലതും എടുത്തായിരുന്നോളൂ നേരത്തെ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എൻ്റെ അപ്പോയിൻമെന്റ് എനിക്ക് വരും. എന്നാൽ ഇനി ഒരു 2.5 മണിക്കൂറോടെ താമസിക്കും. അങ്ങനെ വരാൻ പറ്റുമോ? അതങ്ങോട്ട് പറഞ്ഞാൽ മതി. ഇപ്പൊ എത്ര എന്താണ്? ഇല്ലെങ്കിൽ ഞാൻ കോപ്പറേറ്റ് അവിടെ ഇട്ടിട്ട് ഞാനങ്ങ് പോകും. എന്നാൽ കഥ ഓർത്തു, ഞാനീ പുറത്തു. അത് ശരി, താൻ എത്തിയായിരുന്നില്ലേ? ആക്കിയതല്ലേ?
എന്നാ ഉണ്ടോ വിശേഷം? വീണ്ടും രണ്ട് തിരുമോന്റെ കാണാൻ ഒരു ഭാഗ്യങ്ങൾ കിട്ടിയത്. ഇവിടെ ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമുള്ളൂ ജീവിതത്തിൽ. തനിക്ക് ഈ മോഹത്ത് വേറെ എവിടെയെങ്കിലും കാണാൻ കിട്ടുമോ? ഞാൻ പറഞ്ഞു കേരളം മുഴുവൻ അരിച്ചത് ഇനിയും കിട്ടുന്നില്ല ഒരു മോണ്ട. ഇവിടെ ഇതൊരെണ്ണമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൂ ലോകത്തിൽ, അതെനിക്കറിയാവോ? അതെ അതെനിക്കും പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ ഒരെണ്ണേ ഉള്ളൂ. മതി എന്തായിരിക്കും. ഹലോ ലില്ലി, എന്നാണ് വിശേഷമൊക്കെ? സുഖായിരിക്കുന്നു. ഇതുപോലെ എനിക്കില്ല, ഇയാളെ കൊണ്ടല്ല നടക്കുന്നത്. ആൻസി നോക്കായിരുന്നു അല്ലെ ഡ്യൂട്ടി ആയിരുന്നു. അത് ശരി. ആൻസിയുടെ ഈ കരിയാപ്പൊക്കെ നല്ലതായിട്ട് നിൽക്കുന്നല്ലോ. ഓ കണ്ടുവെക്കാതെ. എന്റെ കരിയാപ്പാണെങ്കിൽ മുഴുവൻ മാടിപ്പോയി. സാറിന് വെള്ളം ഒഴിക്കുന്നില്ലായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷെ അത് എന്നാണോ എങ്ങനെയാണോ പോയി. സാരമില്ല, പോട്ടെ. ആൻസി ഈ വർഷം വൈകിട്ടായിരുന്നു. പിന്നെ ഞാൻ വൈകിട്ടായിരുന്നു. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. കുടിക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് തല ഇറങ്ങുന്നല്ലോ. അത് ശരി, ഞാനും ഇട്ടത് അങ്ങനെ തന്നെയാ. ഞാനിട്ട് ഒരു ശകലം കുടിച്ചോളൂ, പക്ഷെ അത് തലക്ക് പിടിച്ചു പോയി. അന്ന് ജില്ലി നമുക്കൊരു ചായ ഉണ്ടാക്കാം. ഇവര് വീട്ടിൽ തുടങ്ങിയിട്ട് സന്തോഷേ, എപ്പോ വന്നോടാ നീ? ചേട്ടാ ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. ചേട്ടാ പിന്നെ എന്നാണ്ട് ചേട്ടങ്ങളൊക്കെ? എന്നാ വിശേഷം? വീട്ടിൽ ഇരുത്തി പൊറപ്പിക്കുകയില്ല. ഇയാൾ വിളിച്ചോട് വിളി തന്നെ വിളി. അയക്കേണ്ട നാടകം ഉണ്ടെന്നോ അതിനുവേണ്ടി വന്നാ 3-4 ദിവസം തൊട്ടുള്ള വിളിയാ. ഇന്ന് വന്നു. കുഴപ്പമില്ല ചേട്ടാ, നമ്മുടെ DKC ഒരു പരിപാടിയല്ലേ, നമുക്ക് അടിച്ചു പൊളിച്ചേക്കാം, ചേട്ടനെ സഹായിച്ചേക്കാം. അത് തന്നെ. DKC ഓർത്തോണ്ടല്ലേ ഞാൻ ഈ വരുന്നത്, അല്ലാതെ പിന്നെ ഇയാളെ ഓർത്തോണ്ടാണോ ഞാൻ വരുന്നത്? നമ്മുടെ ആ പിള്ള പ്രസിഡന്റ് എന്തി? പ്രസിഡന്റ് എന്തേവാ? പ്രസിഡന്റ് വലിയ ഉത്തരവാദിത്തം വല്ലതും ഉണ്ടോ? ഒന്നേ വരുമായിരിക്കും. വരുമായിരിക്കും ഇപ്പം. അയാൾ ആ ഫോണൊന്ന് കാത്തു വെച്ചിട്ട് വേണ്ട അയാൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട്. അതാണ് കയറി വരുന്നു. എന്നെ ആയുധപ്പായി പുള്ളിക്ക്. ഞാൻ ഇന്നലെ കൂടെ കണ്ടതാണ് സൂരജ്. സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എങ്ങനെ വീട്ടിൽ ചെന്ന് പറയും? അവരിത് കേട്ടിരിക്കാൻ അവർ ഞാൻ കൂട്ടുക. ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കാം. കഴിച്ചേട്ടാ എന്നാ ഉണ്ട്? കാലിച്ചേട്ടുണ്ടോ അവിടെ? സന്തോഷം എത്തിയല്ലോ. ആഹാ, ഇന്ന് പൊളിക്കും നമ്മള്. മനോജ്, ആരായി സൂരജ്? എന്നാ പറ്റി? ഒന്ന് പറയണ്ട സന്തോഷേ. പരസ്പരം സീരിയലിലെ സൂരജും ദീപ്തി അവർ രണ്ടുപേരും മരിച്ചു പോയതാ. എടോ പിള്ളേർ, എനിക്ക് വേറെ ഒരു പണിയില്ല. ഇതിനൊക്കെ എവിടെയാണോ സമയം കിട്ടുന്നത്? ഒരു DKCയുടെ പ്രസിഡന്റായിട്ട് എനിക്ക് അതിന്റെ കാര്യങ്ങൾ നോക്കി നടക്കുവോ? പിള്ളേരുടെ കാര്യം നോക്കുവോ? പിള്ളേരുടെ മാറിയില്ലല്ലോ ഇതുവരെ. പരസ്പരം തേങ്ങാക്കൊല. ഇന്ന് എല്ലാവർക്കും ചായ എടുക്കട്ടെ. അൻസ് എല്ലാവർക്കും ചായ എടുത്തു. പിള്ളയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ കൊടുക്കും. അതായത് ദീപ്തിയെ മരിച്ചെന്നോ ജോലിക്ക് മരിച്ചെന്നോ. ചേട്ടാ, നമുക്ക് പ്രാക്ടീസ് അങ്ങ് തുടങ്ങാം അല്ലേ? അതെ, ഷിജോയിലേക്ക് വരാനുണ്ടായിരുന്നു. എല്ലാവരും കൂടെ വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തുടങ്ങായിരുന്നു. ഇവിടെ മാണിയന്മാർ എല്ലാവരും ഉണ്ടല്ലോ. പ്രസിഡന്റ് ഉണ്ടല്ലോ. മനോജ് എന്നുണ്ട്?
ചേട്ടാ ഷാജു ചേട്ടാ സന്തോഷ് ഓക്കെ അല്ലേ? എടോ ഇപ്പം നമുക്ക് തുടങ്ങാമല്ലേ പരിപാടി. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നായിക മരിച്ചു കിടക്കുന്ന ഒരു രംഗമാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നായകനെ അതിനോട് ചേർന്ന് നിന്ന് മുട്ട നിന്നിട്ട് പതുക്കെ നായിക കയ്യിലേക്ക് ഇങ്ങനെ തല വെച്ച് കിടത്തിയിട്ട് നായകനൊരു ഡയലോഗ് പറയുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് സോങ് ഇതൊരു മ്യൂസിക്കൽ ഡ്രാമയാണ്. അപ്പം മ്യൂസിക്കൽ ഡ്രാമയാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ മ്യൂസിക് ലൈവായിട്ട് എടുക്കുക ചെയ്യുന്നത്. അപ്പം നമുക്ക് ഷിജു അതിനൊരു മ്യൂസിക്കൽ സപ്പോർട്ട് ചെയ്യും സൈഡിൽ നിന്നുകൊണ്ട്. അപ്പം ഏകദേശം മനസ്സിലായില്ലേ? കാര്യം തന്നെ മനസ്സിലായില്ലേ? സന്തോഷ കാര്യം പിടികിട്ടില്ല എങ്ങനെയാണെന്നുള്ള വീഡിയോ. ഓക്കെ. നമ്മുടെ ആക്ടിങ് എങ്ങനെ പൊക്കോണ്ടിരിക്കും, നമ്മൾ അഭിനയിക്കുന്നതിനനുസരിച്ച് ഷിജോ പാട്ട് പാടും, നമ്മുടെ ഒരു മ്യൂസിക്കൽ സപ്പോർട്ട്. ഓക്കെ, അപ്പം തുടങ്ങാം. എന്നാ നമുക്ക് ഫേസ്ബുക്ക് ലൈവ് ഒന്ന് വിട്ടേക്കാം. എവിടെയാ? ഇതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അഭിനേതാക്കൾ, പുലികളാണ്. എല്ലാവരും അഭിനയിക്കാൻ തുടങ്ങിയാണ്. എല്ലാവരും ചെയ്യുക. അപ്പൊ ഓക്കെ എന്നാ. അപ്പൊ ഷാരു ഡയലോഗൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ നമുക്ക് തുടങ്ങാം എന്നാ പതുക്കെ അല്ലേ? എന്നാ തുടങ്ങിക്കൊന്നാ. ഓക്കെ, അപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ? ആക്ഷൻ. എന്റെ ദൈവമേ, എന്താ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ പൊന്നെ, എന്നെ വിട്ടിട്ട് ഇനി ഞാൻ എന്നെ ഞാൻ അയ്യോ राजा मियाँ चट्टो यारी चट्टी मियो इश्क पे मारी। राजा मियाँ चट्टो यारी चट्टी मियो इश्क पे मारी। इश्क ने करदा कुछ भी पल्ले हो गए तेरे बल्ले बल्ले हो जाएगी बल्ले बल्ले हो गए तू बल्ले बल्ले हो जाएगी बल्ले बल्ले। चिकन 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 हो गई तेरे बल्ले बल्ले हो जाए। ഷിജോ, ഇതേ നമുക്കൊരു മലയാള പടത്തിലെ പാട്ടാണ് അവിടെ വരേണ്ടത്. എൻ്റെ ചേട്ടാ, ഇത് മലയാളമല്ലേ നമ്മൾ ചെയ്യുന്ന ഡ്രാമ. അപ്പം നമുക്ക് മലയാളം ഫിലിമിലെ ഒരു പാട്ടാണ് വേണ്ടത്, അല്ലാതെ ഹിന്ദി അല്ല വേണ്ടത്. അതൊന്ന് പിടിച്ച്. ഓക്കെ ഓക്കെ ഓക്കെ. ഒന്നുകൂടെ ജയിക്കുക. ഷാരു റെഡിയല്ലേ? ഓക്കെ എന്നാ. ഓക്കെ, സ്റ്റാർട്ട്. ആക്ഷൻ. എന്താണിത്? എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ പൊന്നെ, എന്നെ വിട്ടിട്ട് ഇനി ഞാൻ എങ്ങനെ खुदा से मन्नत है मेरी, लौटा दे जन्नत वो मेरी। खुदा से मन्नत है मेरी, लौटा दे जन्नत वो मेरी। वो अमन वो चमन का नजारा, वो अमन वो चमन का नजारा। ओ खुदाया लौटा दे कश्मीर दोबारा। ओ खुदाया लौटा दे कश्मीर दोबारा। ഷിജോ, ഇതൊരു മലയാളം ഡ്രാമയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഒരു മലയാളം പാട്ട് വരണം അതിനകത്ത്, ഒരു മലയാളം പാട്ട്. ഷാജേട്ടാ, ഇത് മലയാളം പടത്തിന്റെ പാട്ട് തന്നെ ഞാൻ പാടിയത്. എൻ്റെ ചേട്ടാ, നമുക്ക് മലയാളം പടത്തിലെ പാട്ടെന്ന് ഉദ്ദേശിച്ചത് മലയാളം പാട്ട് വേണമെന്നാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ നാടകം മലയാളമല്ലേ, അപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നത് മലയാളം പാട്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ജയിക്കുക. ഷാരു ഓക്കെ, ഓൾ ആർ റെഡി? ഗെറ്റ് റെഡി. ഓക്കെ, ആക്ഷൻ.
സഹിക്കാൻ പറ്റുന്നുണ്ടോ എന്റെ പൊന്നെ? വേൽ മുരുക ഹരോ ഹര വേലായുധ ഹരോ ഹര. ചൂരപ്പടിയുടെ ചമ്പട കൊട്ടിക്കോലം കൊള്ളും താളം, വീരപ്പടിയുടെ മുൻമുടി എത്തിക്കൊട്ടിക്കേറും താളം. ഇത് മുല്ലക്കൊല്ലി കുന്നിൻ മേലെ കാവടിയെത്തും മേളം, ഇന്നക്കരെയുള്ളവൻ ഇക്കരെ എത്തും തക്കിടി തകിടടി മേളം. ഇത് മാമല മേലെ സൂര്യൻ വെള്ളിക്കേ കാടും മലയും പുഴയും കടലിൽ തേടിയെടുത്ത വള്ളിക്കേറാനേ. ഷിജോ, ഇത് എന്നതാ ഇത്? ഈ സിറ്റുവേഷൻ ഒന്ന് നോക്ക്. പൊന്നി ചേട്ടാ, നിങ്ങളിത് എന്നെ ഈ കാണിക്കുന്നത് അലുവ എടുത്ത് വെച്ച് അതിന്റെ കൂട്ടത്തിൽ മത്തിക്കറി കൊടുക്കുന്നവരാണ് ഈ പാട്ട് പാടുന്നത്. നിങ്ങൾ നോക്കി രംഗം നോക്കി. സ്വന്തം ഭാര്യ മരിച്ചു കിടക്കുന്നിടത്ത് ഭർത്താവ് വിലപിക്കുന്ന സമയമാണ്. അപ്പൊ നമുക്കൊരു ഇച്ചിരി ഇമോഷണൽ പാട്ടല്ലേ വേണ്ടത്. ഈ സാഹചര്യം നോക്ക് ഷിജോ, സാഹചര്യം നോക്കിട്ട് ഈ സ്ഥിരം പാടുന്ന പാട്ട് പാടാതെ സാഹചര്യം ഒന്ന് നോക്ക്. ആ സാഹചര്യത്തിനനുസരിച്ചുള്ള ഒരു പാട്ട് വേണം വരാനായിട്ട്. അല്ലാതെ ഇമോഷൻ വരണം, ഇമോഷനിലുണ്ടാവണം. അത് ശോകകരമായ ഒരു പാട്ട്. മനസ്സിലായി ഷിജയ്ക്ക്? മനസ്സിലായില്ല? പിടിച്ചു. ആ ഓക്കെ ഒന്നുകൂടെ നമുക്കൊന്നാണ് തുടങ്ങാം. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? ഇതെന്റെ അവസാനത്തെ പറച്ചിലാണ് കേട്ടോ, ഇനി ഞാൻ പറയുക. ഓക്കെ, ഗെറ്റ് റെഡി, ആക്ഷൻ. എന്റെ ദൈവമേ, എന്താണിത്? എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്റെ പൊന്നെ. ശൂരപ്പടിയുടെ ചമ്പട കൊട്ടിക്കോലം കൊള്ളും താളം, വീരപ്പടിയുടെ പൊന്മുടി എത്തിക്കൊട്ടിക്കേറും താളം. ഇത് മുല്ലൻ കൊല്ലി കുന്നിൻ മേലെ കാവടിയേന്തും ഇങ്ങനെ പോയത് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മളത്? ഞാൻ ഇറങ്ങി എന്റെ പാട്ട് പോകും കേട്ടോ. കുറെ നേരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാൻ മനസ്സിലായതല്ലേ ചേട്ടാ? സാഹചര്യത്തിനൊന്ന് പാടാൻ പറഞ്ഞിട്ട് സാഹചര്യം എന്നതാ? സാഹചര്യത്തെ പുള്ളി പാടിയ പുള്ളി ആ ഫാസ്റ്റ് പാട്ട് പുള്ളി ചോവായിട്ട് പാടി. എന്റെ ഷാജിട്ടാ, ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. ഈ ശിവചേട്ടനെ കൊണ്ട് ശോകാനം പാടിപ്പിച്ച് ഇത് നടത്തിയെടുക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാളും എളുപ്പം ഈ ക്ലൈമാക്സ് അങ്ങ് തിരുത്തിയിരുന്നത് ഇത് മാറ്റിപ്പിടിക്കും. എടാ മനോജെ, സങ്കടകരമായ ക്ലൈമാക്സുകൾ എന്നും എന്റെ വീക്ക്നെസ് ആയിരുന്നു. എന്നാൽ താൻ തന്റെ ആ വീക്ക്നെസ് അങ്ങ് മാറ്റി വയ്ക്കും. ഞാൻ മുട്ടക്കുത്തിന് മടുത്തു. എന്നാ പിന്നെ ഒരു ചായ കൂടി എടുക്കട്ടെ. ആയിക്കോട്ടെ. എന്നാ പിന്നെ നമുക്ക് ലൈവൊന്ന് പോയേക്കാം. കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നു, റിഹേഴ്സൽ തകൃതിയായി നടക്കുന്നു. എല്ലാവർക്കും മെറി ക്രിസ്മസ്.